എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. വസ്തു ഇടപാടുണ്ടെന്ന ആരോപണം തള്ളി ആക്രമണത്തെ അതിജീവിച്ച നടി. ദിലീപിനെ വ്യക്തിവിരോധത്തിന്റെ പേരിൽ കേസിൽ കുടുക്കാൻ നോക്കിയിട്ടില്ല. ദിലീപിനെതിരെ ഇന്നും ജനരോഷം. നടിയുടെ പേര് വെളിപ്പെടുത്തിയതിന് അജു വർഗീസിനെ ചോദ്യം ചെയ്തു. ദിലീപിനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് ആരോപിച്ച് അനുജൻ. നടന്നത് ചതി. ഇതൊന്നും സത്യമല്ല. ഇതെല്ലാം ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ പറയട്ടെ, സിനിമ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചു വരും, തെളിയിക്കും. സത്യം ദൈവമൊക്കെ ഉണ്ടെങ്കിൽ വരും. വാർത്ത കേൾക്കാൻ പേടിയാണെന്ന് നദർഷയുടെ സഹോദരൻ സമദ്. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം നാളെ. ഇന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകിയില്ല. സമരം ശക്തിപ്പെടുത്തുമെന്ന് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ. 21-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റ് വളയും. ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രി അടച്ചിടുമെന്ന ഭീഷണിയുമായി ഒരു വിഭാഗം ഉടമകൾ. ജനതാദൾ യു ഇടതുമുന്നണിയിലേക്ക്. UDF ബന്ധത്തിൽ നഷ്ടം മാത്രമെന്ന നേതാക്കൾ. KP മോഹനൻ എതിർപ്പ്. JDUവിന്റെ പരാതി എന്താണെന്നറിയില്ലെന്ന് ഉമ്മൻചാണ്ടി. സബ് കളക്ടറെ മാറ്റിയതിന് പിന്നാലെ മൂന്നാറിൽ കൂട്ടസ്ഥലം മാറ്റം. കയ്യേറ്റം ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ 4 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഡെപ്യൂട്ടി തഹസിൽദാർക്ക് മാറ്റം. സ്വാഭാവിക നടപടിയെന്ന് റവന്യൂ വകുപ്പ്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആരെയും പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ആക്രമിക്കപ്പെട്ട നടി. എവിടെയും പേര് സൂചിപ്പിച്ചിട്ടില്ല. ആരുമായും ഭൂമി ഇടപാടോ പണമിടപാടോ ഉണ്ടായിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാണെന്നും നടി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ താൻ ഞെട്ടലോടെയാണ് കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്രമത്തിനിരയായ നടിയുടെ വാർത്താക്കുറിപ്പ്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെയും പേരിലോ താൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല. ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടുമില്ല. ഈ നടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണ് താൻ. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതാവുകയും ചെയ്തു എന്നത് വാസ്തവമാണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണ് എന്നാണ് മാധ്യമങ്ങളിലൂടെ അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഈ വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ. ഈ നടനും താനും തമ്മിൽ വസ്തു ഇടപാടുകൾ ഉണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും നടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എല്ലാ രേഖകളും സമർപ്പിക്കാൻ തയ്യാറാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് തന്റെ പേരിൽ പ്രചരിക്കുന്ന ഓരോ വീഡിയോകളും അക്കൗണ്ടുകളും തന്റെ അറിവോടുകൂടിയല്ല എന്ന് നടി വ്യക്തമാക്കുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. വിഷയത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ സുഭാഷ് ബാബു, ശ്രീമതി KK ഷാഹിന, ശ്രീമതി ചിന്ത ജെറോം, ശ്രീ മേജർ രവി തുടങ്ങിയവർ. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 2 കാര്യങ്ങളാണ് ഇപ്പോൾ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നത്. ഒന്ന്, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടനെ വിചാരണ ചെയ്ത് ഇപ്പോൾ തന്നെ ശിക്ഷ നടപ്പാക്കുന്നു. 2, ഈ നടൻ ചെയ്ത നല്ല കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. ഈ 2 സമീപനങ്ങളും തെറ്റല്ലേ? അത് 2 സമീപനങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും ശരിയല്ല. നമ്മൾ തെറ്റ് എന്ന് പറയുന്ന മാധ്യമ വിചാരണ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റവിമുക്തനാക്കുന്നതിനും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിച്ചതും കുറ്റവിമുക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ കുറ്റവിമുക്തിയൊക്കെ അത് കോടതി വരേണ്ട കാര്യങ്ങളാണ്. അത് കോടതിക്കോ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിനോ വിടാതെ നമ്മളത് ഏറ്റെടുക്കുകയും നമ്മൾ പ്രതിയെ കണ്ടെത്തി ആ പ്രതിയെ നമ്മൾ ശിക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു പരേഡാണല്ലോ ദിലീപുമായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെളിവെടുപ്പ് എന്ന പ്രഹസനം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. തൃശ്ശൂരും എറണാകുളത്തുമൊക്കെ ഓരോ ഹോട്ടലിന്റെ മുന്നിൽ കൊണ്ടുപോവുക, ഹോട്ടൽ കാണുന്നതിന് വേണ്ടിയാണോ അത്? അങ്ങനെയാണോ തെളിവെടുപ്പ് എന്ന് പറയുന്നത്? ആ രീതിയിൽ പോലീസിന്റെ പരേഡ്, അവിടെ കൂട്ടം കൂടുന്ന ആൾക്കൂട്ടം, ഉയർത്തുന്ന ആരവം, ആക്ഷേപിക്കൽ, കൂക്കുവിളി കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും മ്ലേച്ഛവും ഹീനവുമായ മുഖം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു, ഒരു പോലീസ് അന്വേഷണം സുഗമമായി നടക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കേരളം വളരെ ജാഗരൂകമായി കാത്തിരിക്കുന്ന അന്വേഷണത്തിന്റെ ഫലമാണ് വരാൻ പോകുന്നതും. അതിനിടയിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വല്ലാതെ ആൾക്കൂട്ടം വരികയും ആൾക്കൂട്ട മനഃശാസ്ത്രം വിധി നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അന്വേഷണത്തെ തന്നെ ബാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്താൻ പോകുന്നതാണോ ഇതൊക്കെ?
പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആള് കൂടുന്നതിൻ്റെ സമയത്തിന് മുമ്പേ, അതായത് വളരെ പുലർച്ചെ, അതല്ലെങ്കിൽ തീരെ ആളുകൾ ശ്രദ്ധിക്കാത്ത ഉച്ച കഴിഞ്ഞ് ഏതെങ്കിലും സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇതേമാതിരി ആൾ കൂടാനും അതായത് ജനവികാരം പ്രാദേശികമായിട്ട് നിലനിൽക്കുന്ന സ്ഥലത്ത് തെളിവെടുപ്പിന് സാധാരണ കൊണ്ടുപോകുന്നത്. ഇതുവരെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും, ഇത്ര മണിക്ക് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പ്രതിയെ കൊണ്ട് അവിടെ എത്തുമ്പോൾ ആളുകൾ കൂടുതലേ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സിനിമയിലെ സെലിബ്രിറ്റിയാണ്. കുറേ ആൾക്ക് ഇഷ്ടമുണ്ട്, കുറേ ആൾക്ക് വിദ്വേഷമുണ്ട്. അപ്പോൾ പണ്ട് അദ്ദേഹത്തിനോട് വിദ്വേഷമുള്ള ആളുകൾ മുഴുവൻ ഇതിനുള്ള അരങ്ങൊരുക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ പോലീസ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, സമയം അവർ ക്രമപ്പെടുത്തേണ്ടതായിരുന്നു. ആളുകളുടെ ശ്രദ്ധ വരാത്ത രീതിയിലുള്ള സമയം ക്രമീകരിച്ച് ഈ സ്ഥലത്തെ കൊണ്ട് അവിടെ നിന്നും അധികം തെളിവൊന്നും എടുക്കാനില്ല. അവർക്ക് ആകെ എന്താണെന്ന് പറഞ്ഞാൽ കാറ് പാർക്ക് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ സ്ഥലത്ത് നിന്ന് വേറെ ഏതെങ്കിലും സാക്ഷി ഇനി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാമോ, അവിടെ വെളിച്ചമുണ്ടായിരുന്നു ആ സമയത്ത്, അങ്ങനെയുള്ള ചുരുങ്ങിയ കാര്യങ്ങൾ. ഈ റൂമിൽ താമസിച്ചിരുന്നോ, ഈ റൂമിൽ താമസിച്ചിരിക്കുമ്പോൾ അവിടെ ആരാ വന്നിരുന്നത് എന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാനുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇനിയും ഒന്നുമില്ലയെന്ന് തോന്നുന്നു. കാരണം ഇപ്പം പിന്നെ രണ്ടാമത് കസ്റ്റഡി കിട്ടിയതിന് വേണ്ടി ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ റിക്കവറി ഒന്നുമില്ല. അതായത് ഒരു സാധനവും വസ്തുക്കളൊന്നും കണ്ടെടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ആകെ ഇനി കിട്ടാനുള്ളത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് ആ സിം കാർഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോണാണ്. അത് കിട്ടുന്നതിന് ഇവിടെ നിന്ന് കൊണ്ടുപോയതുകൊണ്ട് കിട്ടില്ല. കാരണം ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, എടുത്തു തരാം, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൈവശമുണ്ട്, ഇന്ന ആളുടെ കൈവശമുണ്ടെന്നൊക്കെ പറയാം. അതൊന്നും പറയാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മാതിരി ഒരു പ്രഹസനം എന്നുള്ളത് പ്രഹസനമായി മാറുന്നു എന്ന സംശയം താങ്കൾക്കുമുണ്ട്. തുടരണം ശ്രീ സുഭാഷ് ബാബു. ശ്രീമതി ഷാഹിന, ഇത് കേരളം നീതി തേടി നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ കൂടി ഉദാഹരണമായി എടുക്കാവുന്ന കേസാണ്. ആ കേസിൽ ഇപ്പോൾ വിശേഷിച്ച് മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ സെൻസേഷണലിസം ഗുണകരമായിട്ടാകുമോ ഇതിന് ഫലമുണ്ടാക്കുക? അതല്ലാതെ ഒരു നെഗറ്റീവായ ഇമ്പാക്റ്റ് പൊതുസമൂഹത്തിൽ തന്നെ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകാനും ഇടയില്ലേ? ഇതിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരമൊരു സംഭവം കേരളത്തിൽ നിന്നല്ല ലോകത്ത് എവിടെ നടന്നാലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും മാധ്യമങ്ങൾ അത് ഫോളോ ചെയ്യുക. കാരണം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ഇത്തരമൊരു കേസ് ഉണ്ടാകുമ്പോൾ അതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ അവർക്കത് സാധ്യമല്ല. അത് ഒരു സത്യം ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷെ അതേസമയം ഇത് ചെയ്യുന്ന മാധ്യമങ്ങൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ സ്വയം ഒരു നിയന്ത്രണം വെക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇതിപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നമ്മുടെ ഈ റിപ്പോർട്ടിംഗ് ശൈലി തുടരുകയും ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും ഗുണകരമാവില്ല. ഈ കേസിന് ഒരു തരത്തിലും ഗുണകരമാവില്ല. ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ രണ്ടുപേരും പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചുള്ളൊരു നടപടിക്രമത്തിന് വേണ്ടിയിട്ടാണ് ഈ ദിലീപിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിൽ തന്നെ അത് ഈ പറഞ്ഞ പോലെ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുന്നത് ഒരു പ്രഹസനമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അവിടെ വന്ന് ദിലീപിനെ കൂക്കി വിളിക്കുകയോ ആക്രമിക്കാൻ ഒക്കെ ഒരുമ്പിടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ ഈ ചെയ്യുന്നത് ദിലീപിനോടുള്ള ദേഷ്യം കൊണ്ട്. ഇപ്പോൾ ദിലീപ് ഇത്തരത്തിൽ വളരെ മോശമായൊരു കാര്യം ചെയ്തു എന്ന് പോലീസ് പറയുന്നൊരു സാഹചര്യത്തിൽ അയാളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയോടുള്ള ഐക്യദാർഢ്യം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരോട് പറയാനുള്ളത് അവർ ചെയ്യുന്ന പ്രവൃത്തി ഇതിങ്ങനെ തുടരുന്നിടത്തോളം ഇത് ഈ കേസിനെ വളരെ പ്രതികൂലമായി ബാധിക്കാനാണ് പോകുന്നത്. അതായത് ഇരയ്ക്ക് നീതി കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ നടന് അനുകൂലമായ തരത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന ഒരു സംഗതിയുണ്ട്. ഈ കാര്യങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ജീവന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ചിട്ട് വേണമെങ്കിൽ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണം എന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. ഇത്തരത്തിലുള്ള പല പല സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി, അതുപോലെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വളരെ മുതിർന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാംകുമാർ. അദ്ദേഹത്തിൻ്റെ പ്രായം പോലും പരിഗണിക്കാതെയാണ് അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്നത്. പ്രതിക്ക് അഭിഭാഷകൻ ഉണ്ടാകണം, അത് വളരെ നല്ല അഭിഭാഷകൻ ഉണ്ടാകണം. അങ്ങനെ വളരെ നല്ല അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തെ ഒക്കെ മറികടന്ന് സുഭദ്രമായ ഒരു പ്രോസിക്യൂഷൻ കഥ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ പോലീസിന് കഴിയുമ്പോൾ മാത്രമാണ് ഈ ആക്രമിക്കപ്പെട്ട ആൾക്ക് നീതി കിട്ടുക. വ്യക്തമാണ് നിലപാട്. ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷോൺ, താങ്കളുടേതായ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ താങ്കൾ പറയുന്നു താങ്കളുടെ ഭാര്യാപിതാവിന് അപകടം വന്ന സമയത്ത് സഹായിച്ച ആളാണ് ദിലീപ്, ആ നന്ദി മറക്കാൻ പാടില്ല എന്ന്. അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ നമുക്ക് പല ആളുകളോടും നന്ദി ഉണ്ടാകും. പക്ഷേ അവരൊക്കെ ക്രിമിനൽ കേസുകളിൽ പെടുമ്പോൾ അത് മാനദണ്ഡമാക്കി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ
അത് ശരിയാവണ്ണം നീതി നിർവഹണം നടക്കുന്നതിന് സഹായകരമാകുമോ? രാഷ്ട്രീയത്തിലുള്ള ആളുകൾ അങ്ങനെ വ്യക്തിപരമായി അടുപ്പങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ഓരോരോ കാര്യങ്ങളിൽ നിലപാട് പ്രഖ്യാപിക്കാൻ പോയാൽ അത് ശരിയാകുമോ? ഞാൻ ഇന്ന് ഇട്ട ഫേസ്ബുക്ക് വീഡിയോയിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണ്, ശിക്ഷിക്കരുത്, എനിക്ക് അദ്ദേഹത്തിന് നന്ദിയുണ്ട് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അദ്ദേഹം കുറ്റക്കാരനാണ്, ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊരു വ്യക്തിയെ കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ. സഖാവ് VS അഴിമതി കാണിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് പൊതുസമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വ്യക്തിക്കുള്ളിലെ നന്മകൾ തിരിച്ചറിയുക, അയാളുമായി ഇടപെടുമ്പോൾ അയാൾക്കുള്ളിലെ ഒരു നന്മ ഏറ്റവും രസകരമായി അല്ല ശ്രീ ഷോൺ, ഒരാൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കപ്പെടുന്നില്ല അയാൾ പൂർവ്വകാലത്തോ പിന്നീടോ കാണിക്കുന്ന നന്മ കൊണ്ട്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണം നടക്കണം, അതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ശിക്ഷിക്കണം. മുൻപ് നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ പ്രസക്തമേ അല്ല. എനിക്ക് പറയാൻ ഒരു അവസരം തരണം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം അദ്ദേഹത്തെ ഫോൺ ചെയ്യുന്നവരെല്ലാം ചോദ്യം ചെയ്യുന്ന പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാറുള്ള ആളാണ്. അദ്ദേഹത്തെ പോലീസ് ക്ലബ്ബ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താന്ന് പറയൂ, എനിക്ക് എന്റെ പൊന്നും ബ്രദറെ എനിക്കറിയില്ല, ഇവരെന്നെ അറസ്റ്റ് ചെയ്യുന്നവണ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടാ അവസാനമായി ചോദിക്കുകയാണ്, ഏതെങ്കിലും തരത്തിൽ ചേട്ടൻ ഇതിനകത്ത് എന്തെങ്കിലും മനസ്സറിവുണ്ടോ? എന്റെ കുഞ്ഞാണ് സത്യം, എനിക്ക് ഈ വിഷയവുമായി ഒരു തരത്തിലും മനസ്സറിവില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അതെന്തുമാകട്ടെ. പക്ഷെ ഞാൻ ഇതിനു മുമ്പും ഈ ദിലീപും നമ്മുടെ മഞ്ജു വാര്യരുമായി ഡൈവേഴ്സ് ആയ സമയത്ത് തന്നെ ഇത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വളരെ മോശമായ രീതിയിൽ ദിലീപേട്ടനെ കുറിച്ച് പ്രചരണം നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം ചോദിച്ചു, ചേട്ടാ ഒരു കാര്യം, നിങ്ങളെ കുറിച്ച് ഇത്ര മോശമായ പ്രതികരണം ഉണ്ടാകുന്നു, നിങ്ങളൊരു കുടുംബങ്ങളിൽ ഫാമിലിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനാണ്, ഇത് നിങ്ങളുടെ ഇമേജിനെയും നിങ്ങളുടെ കരിയറിനെയും ബാധിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഡൈവോഴ്സ് ആയി എന്നതിനെ സംബന്ധിച്ച് സത്യാവസ്ഥ നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് ഇന്ന് എന്നെ കൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ ഏറ്റവും അധികം പ്രേരിപ്പിച്ചത്. ഞാൻ എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ അത് എന്റെ മോളുടെ അമ്മയെക്കുറിച്ച് ഞാനൊരു മോശം പറഞ്ഞാൽ, അത് ഞാൻ പുറത്തു പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ബാധിക്കുന്നത് എന്റെ മകളെയാണ്. നാളെ അവൾ അറിയപ്പെടുന്നത് അവള് പൊതുസമൂഹത്തിൽ ഇതൊക്കെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? അതാ സ്ത്രീയും അതേമാതിരി അവരുടെ ഭർത്താവിനെ കുറിച്ച് മോശം പറയാതിരിക്കുന്നത് അവരുടെ മാന്യതയുടെ ഭാഗമാണ്. മുൻ ഭർത്താവിനെ കുറിച്ച്, അതുപോലെ മുൻ ഭാര്യയെ കുറിച്ച് അദ്ദേഹവും മോശമായി പറയാത്തത് മാന്യതയാണ്. അത് സാധാരണ എല്ലാ മനുഷ്യനും കാണിക്കുന്ന മാന്യതയാണ്, അത് മഹാമനസ്കത അല്ല ഷോൺ. അത് ഒരു പ്രാഥമികമായ മര്യാദയാണ് ഡൈവോഴ്സ് ആവുന്ന രണ്ടാളുകൾ ചെയ്യുന്ന കാര്യം. അപ്പൊ നിങ്ങൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത് ചെയ്തില്ല എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇത് ഒരാളെ കുറ്റവിമുക്തനാക്കാനുള്ള കാരണമല്ല. ഞാൻ ഒരൊറ്റ കാര്യം കണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, സിനിമാ ഫീൽഡിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള സിനിമാ ഫീൽഡിലെ ഒത്തിരി ആളുകൾ എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സുനി എന്ന് പറയുന്ന ഈ ക്രിമിനൽ ഇതിനു മുമ്പ് 2 സിനിമാ മേഖലയിലെ തന്നെ 2 നടിമാരെ ആക്രമിച്ചിട്ടുണ്ട്. ഇതുവരെ പരാതി കൊടുക്കാൻ തയ്യാറാകാത്ത 2 നടിമാർ. അവരാരെന്ന് അവരുടെ പേരുകളെ കുറിച്ചോ എനിക്ക് അത്ര വ്യക്തതയില്ലെങ്കിൽ പോലും 2 പേര് ആക്രമിച്ചിട്ടുണ്ട്, 2 പേരെ സുനി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ സിനിമാ പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ, ഒരു മോഷ്ടാവ് 2 വീട്ടിൽ മോഷ്ടിച്ചു കഴിഞ്ഞ് 3ാമത്തെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോ അയാൾക്ക് ആരുടെയെങ്കിലും വിദഗ്ധ ഉപദേശത്തിന്റെയോ ഗൂഢാലോചന ആവശ്യമുണ്ടോ? അല്ല, അതൊക്കെ നമ്മുടെ ലോജിക്കാണ്. അങ്ങനെ നമ്മുടെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു അന്വേഷണത്തെ, അതെ, അത് അങ്ങനെയുള്ള ലോജിക്കിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കേസ് അന്വേഷണത്തെ സമീപിക്കേണ്ടത്. അങ്ങനെ ഒരു ക്രിമിനൽ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഒരാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുക. അതല്ലാതെ ഹരിശ്ചന്ദ്രനെ ആരും കൊട്ടേഷൻ കൊടുത്ത് ഒന്നിനും വിടാറില്ലല്ലോ. അങ്ങനെ ഒരു ക്രിമിനൽ ആണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും കൊട്ടേഷൻ കൊടുത്തത്. നിൽക്കട്ടെ അവിടെ, കൊട്ടേഷൻകാരനാണ്. ശരി, നിൽക്കട്ടെ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇന്ന് ആ നടിയുടേതായി വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നു, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ മറ്റൊന്നിന്റെ പേരിലും ഞാൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല, ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. നമ്മൾ ഈ കൂവൽ ടെലിവിഷനിൽ കാണുന്നുണ്ട്, പക്ഷേ കാണാത്ത ഒരു വലിയ സമ്മർദ്ദം ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടേ. ആ നടിക്ക് ഇന്നിപ്പോൾ അങ്ങനെ പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു നിലപാടെടുത്ത നടൻ ആസിഫ് അലിക്ക് ആ നിലപാടിൽ നിന്നും മാറേണ്ടി വരുന്നു. സൈലന്റായി, അതേസമയം ശക്തമായി കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടി വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പോലീസ് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുബോധ നിർമ്മിതി നടക്കുന്നത് ശരിയാണോ?
അല്ല, പൊതുബോധ നിർമ്മിതി രണ്ട് തരത്തിൽ നടത്തുന്നതും ശരിയല്ല. ദിലീപിന് അനുകൂലമായിട്ടും നടത്തുന്നത് ശരിയല്ല, പ്രതികൂലമായി നടത്തുന്നത് ശരിയല്ല. കാരണം ഇവിടെ ഒരു ആരോപണമുണ്ട്, ഒരു കേസുണ്ട്, ദിലീപ് ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അത് നിയമാനുസൃതം ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് കോടതിക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഉത്തരവാദിത്വം പ്രോസിക്യൂഷനുണ്ട്. അതിനുവേണ്ടിയാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ മറ്റ് ചില പ്രസ്താവനകൾ വരുന്നു. സാധാരണ മറ്റുള്ളവരുടെ സഹപ്രവർത്തകരുടെ പ്രതികരണം പോലെ, ഇപ്പൊ ഷോണിന്റെ പ്രതികരണം പോലെ അല്ല ഇത്. ഇവിടെ ആക്രമിക്കപ്പെട്ട ആ സ്ത്രീ ഇന്ന് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു, ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് അവരുടെ മാന്യത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചതാകാം. ഏതായാലും ദിലീപിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന തെളിയിക്കാൻ വളരെയേറെ പ്രയാസമുള്ള ക്രിമിനൽ ഗൂഢാലോചന എന്ന കുറ്റം 120B അത് തെളിയിക്കുന്ന പരിശ്രമത്തിൽ പോലീസിന് സംഭവിക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയായിരിക്കും ഇന്ന് ആ നടി നടത്തിയിരിക്കുന്ന പ്രസ്താവന. അങ്ങനെ ഒരു സാമൂഹ്യ സമ്മർദ്ദം ശ്രീമതി ഷാഹിന യാഥാർത്ഥ്യമല്ലേ? ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ, വിശേഷിച്ച് ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കുന്ന ദിലീപ് അനുകൂല നിലപാടുകൾ പെട്ടെന്നങ്ങ് ഉണ്ടായി വന്നതോ ഈ വിഷയത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കി ഒരു നിലപാടെടുക്കുന്നതോ ആണ് എന്നുള്ളതിനപ്പുറത്ത് ഒരു പക്ഷേ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതോ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതോ ആകാം. എനിക്കതിൽ വസ്തുതാപരമായ ഉറപ്പൊന്നുമില്ല, എങ്കിലും അങ്ങനെ ഒരു പൊതുബോധ നിർമ്മിതി നടക്കുന്നില്ലേ? വസ്തുതാപരമായിട്ടുള്ള ഉറപ്പ് എനിക്കും ഇല്ലെങ്കിലും എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് ഇത് ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ ആസൂത്രിതമായി, ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച ഷോണിനെ പോലെയൊക്കെയുള്ള ആളുകളെ, അങ്ങനെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വളരെ പതുക്കെ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഇത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നേരത്തെ അദ്ദേഹം സംസാരിച്ച പോലെയുള്ള സംസാരം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മീഡിയ ചെയ്തുകൂടാ. പോലീസാണ് അന്വേഷിക്കുന്നത് ക്രിമിനൽ കോൺസ്പിറസി. ഇവിടെ ഇരിക്കുന്ന വഴി കൂടെ പോകുന്നവരൊക്കെ വന്നിട്ട് ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നത് ഒരുതരം ധാർഷ്ട്യമാണ്. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് കുറേ പോലീസുകാർ ഊണ് ഉറക്കമൊഴിച്ച് കുറേ ദിവസമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ അതിനൊരു സംവിധാനമുണ്ട്, അത് അവർ അന്വേഷിച്ചോളും. പിന്നെ ഈ നടിയുടെ പ്രസ്താവന ഈ കേസിന് എതിരായി വരും എന്ന തരത്തിൽ എന്ന് പറയുന്നതിൽ ഒരു ശരിയല്ലാത്ത വ്യാഖ്യാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ നടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. കാരണം അവരെ ആക്രമിച്ചത് പൾസർ സുനിയാണ്. അയാളെ കൊണ്ട് ആരാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ളത് അവർക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല എങ്കിൽ അവരത് തന്നെയാണ് പറയേണ്ടത്, അത് തന്നെയാണ് അവർ പറയുന്നത്. അതേസമയം ഈ പറയുന്ന നടനുമായി ഉണ്ടായിരുന്ന സൗഹൃദം തകരാനിടയായിട്ടുള്ള ചില ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഇയാളാണ് ചെയ്യിപ്പിച്ചത് എന്നവർക്ക് പറയാൻ സാധിക്കില്ല, അവർക്കതിന് തെളിവില്ല. അങ്ങനെ അവർ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡാണ് ഇതിലെടുക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾ അവർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവരുടെ നിലപാടിൽ നിന്നും പുറകോട്ട് പോകുന്നു എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ശ്രീ സുഭാഷ് ബാബു, പോലീസ് വളരെ ശ്രമകരമായ ഒരു ഗൂഢാലോചന തെളിയിക്കുക എന്ന പ്രക്രിയയിൽ മുന്നോട്ട് പോവുകയാണല്ലോ. പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ സമൂഹത്തിലുണ്ടാകാം, പല താല്പര്യങ്ങളുള്ള ആളുകളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാം, അത് പ്രചരിപ്പിക്കാം. ഇപ്പോൾ അതിനൊക്കെ നല്ല സംവിധാനങ്ങളുണ്ട്. ഇത് പോലീസിന്റെ അന്വേഷണത്തെയോ പോലീസിന്റെ മൊറയിലിനെയോ ഒക്കെ ബാധിക്കുമോ? പലവരും പല അഭിപ്രായം പറയും. അഭിപ്രായങ്ങളൊക്കെ പോലീസ് ശ്രദ്ധിക്കണം. അത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണമെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ആരൊക്കെ ആരോപണം പറഞ്ഞ് ഏതൊക്കെ പത്രമാധ്യമങ്ങൾ ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചും ചർച്ച ചെയ്താലും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇതൊന്നും ബാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിവ് ശേഖരണം, ഈ കുറ്റം ശരിയോ തെറ്റോ, അത് ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ എന്തൊക്കെയുണ്ട് പരാതികൾ എന്നുള്ളത് അദ്ദേഹം അറിയണം. കാരണം ആ പരാതികൾ യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ ഈ പുറമേയുള്ള ഇതേമാതിരി പ്രചാരണത്തിൽ നിന്ന് വരുന്നു അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഗുണമുണ്ടാവും, ചിലപ്പോൾ ദോഷമാണെങ്കിൽ അത് തള്ളിക്കളയാം. പക്ഷെ എന്നാലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നതാണ്. അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു. കാരണം ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, അത് നോക്കിയോ എന്ന് പിന്നീട് ചോദിക്കും. അന്വേഷണം കഴിഞ്ഞതിന് ശേഷം കോടതിയിലൊക്കെ ചോദിക്കും, ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ അന്വേഷിച്ചു, അതിനകത്ത് കഴമ്പില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ ഉത്തരം പറയേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് അത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പ്രചാരണമൊന്നും പോലീസിനെ ബാധിക്കാനേ പാടില്ല. സാധാരണ നല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് ആവശ്യമില്ലെങ്കിൽ അപ്പം തന്നെ തള്ളിക്കളയും. അതൊന്നും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയോ അന്വേഷണത്തിൻ്റെ ഗൗരവത്തെ ഒന്നും കുറയ്ക്കില്ല എന്നാണ് എൻ്റെ സർവീസിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് ബാധിക്കാൻ പാടില്ലാത്തതാണ്. ശരിയാണത്. ഞാൻ മടങ്ങിയെത്താം. ചിന്താ ജെറോം യുവജന കമ്മീഷന്റെ അധ്യക്ഷ,
കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന്. ചിന്ത ജെറോം, ശ്രദ്ധിച്ചു കാണും, ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന വേളയിൽ തന്നെ ദിലീപ് ഒരു നിരപരാധിയാണ്, അയാൾ കുടുക്കപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി സിനിമയൊക്കെ കാണുന്ന ജനങ്ങൾക്ക് ഈ അന്വേഷണം അതിൻ്റെ രീതികളൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒന്നാണ് എന്ന് ചിന്ത കരുതുന്നുണ്ടോ, അതോ അതങ്ങനെ നിർമ്മിക്കപ്പെടുകയോ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുകയാണോ? അല്ല, വളരെ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഒരു കേസ് അന്വേഷണം അത് പോകുന്ന വഴികൾ ഏതൊക്കെ തരത്തിലാണ്, ഏത് തരത്തിലാണ്. നമ്മളിപ്പോ ഏതൊരാളെയും ആരോപണ വിധേയൻ എന്ന് മാത്രമാണ് പറയുന്നത്. അയാൾ കുറ്റക്കാരനാണ് എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒക്കെ ഭാഗമായി പുറത്തു വരേണ്ട കാര്യമാണ്. അത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സംഘടിതമായി ഇത്തരത്തിലൊരു കേസിനകത്ത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തി അദ്ദേഹം നിരപരാധിയാണ് എന്ന തരത്തിൽ സംഘടിതമായി പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അത്ര നിഷ്കളങ്കമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നത്തിങ് ഈസ് ഇന്നസെന്റ്, ഒന്നും നിഷ്കളങ്കമായി വരുന്നില്ല, എല്ലാത്തിനും പിന്നിൽ അജണ്ട വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന മനോഭാവം എന്താണ്, മാനസികാവസ്ഥ എന്താണ് എന്നതാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി നാം എടുക്കേണ്ട നിലപാട് ആ പെൺകുട്ടിക്കൊപ്പമായിരിക്കണം. ആ പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടെടുക്കണം. ആ ഇരയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി അന്വേഷണം സുഗമമായി നടക്കുകയാണ്. അന്വേഷണത്തിനെ സ്വതന്ത്രമായി അന്വേഷണത്തിൻ്റെതായ രീതിയിലേക്ക് വിടുക. നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ തെളിവുകളൊക്കെ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടും. കോടതി കൂടി അത് പരിശോധിച്ച് അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ് ഈ സമയത്ത് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോടതി ഒരു കേസ് ഒരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദവുമില്ലാതെ മുൻപിൽ വരുന്ന വസ്തുതകളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വളരെ ശക്തമായ സമൂഹത്തിൽ ഉണ്ടാകുന്ന പൊതുബോധ നിർമ്മിതി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആർപ്പുവിളികൾ, ഇവയൊക്കെ കൊണ്ട് ഒരു ഘട്ടത്തിലും കോടതി സ്വാധീനിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുമോ? അത് ഞാൻ ആദ്യമേ പറയട്ടെ, ഷാഹിനയും ചിന്തയും ചിന്തിക്കുന്നത് പോലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതിനുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നൊരു തടവുകാരനോട്, അത് ദിലീപ് സിനിമാ നടനാകട്ടെ ഒരു തെരുവ് തണ്ടിയാവട്ടെ, ഒരു തടവുകാരനോട് അന്തസ്സോടെ മാന്യമായി പെരുമാറണം. അതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ചൈതന്യം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഈ കാണുന്നത് മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, അതൊക്കെ നമ്മുടെ ജഡ്ജിമാർ കാണുന്നുണ്ട്. അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എറണാകുളത്ത് വരുമ്പോൾ സെഷൻസ് ജഡ്ജിയിലെ കോടതിയിലേക്ക് കേസ് വരുന്നു, അവിടെ അദ്ദേഹവും ഇതെല്ലാം കാണുന്നുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർ പോലും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ വിജയിച്ചേക്കാം. പക്ഷേ അതിനപ്പുറം നാളെ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തും. അവിടെ എത്തുമ്പോഴാണ് സൗമ്യ കേസിലോ അല്ലെങ്കിൽ മറ്റു പല കേസുകളിലോ സംഭവിക്കുന്നത് പോലെ നമുക്ക് തൃപ്തികരമല്ലാത്ത വിധി ഉണ്ടാകുന്നത്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ തെളിവുകൾ അത്ര ശക്തമായിരിക്കണം. അങ്ങനെ ശക്തമായ തെളിവുകൾ 120B, ഈ ക്രിമിനൽ കോൺസ്പിറസി, അക്കാര്യത്തിൽ ശേഖരിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. ആ പ്രയാസകരമായ ജോലി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ നടപടിക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തടവുകാരന്റെ കാര്യത്തിൽ പോലീസ് പ്രകടിപ്പിക്കേണ്ടതായ ചില മാന്യതയും മര്യാദയും അന്തസ്സുമുണ്ട്. അതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. റൈറ്റ്. ശ്രീമതി ഷാഹിന ഇവിടെ ചൂണ്ടിക്കാണിച്ച സൗമ്യയുടെ കേസ് വളരെ പ്രസക്തമാണ്. കാരണം ഇതേമാതിരി ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നപ്പോൾ ചെരുപ്പ് കൊണ്ടുള്ള ഏറ് വരെ ഉണ്ടായി കോടതി വളപ്പിൽ. ഇവിടുത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും വധശിക്ഷ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടുത്തെ അന്തരീക്ഷം അതായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ കേസിന്റെ മെറിറ്റാണ് പരിഗണിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ആ കേസ് ബലമില്ലാത്തത് കൊണ്ടാണ് വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തം, ജീവിതകാലം മുഴുവനുള്ള തടവായി മാറിയത്. സമാനമായ കാര്യം ഇവിടെ ഉണ്ടാകരുത് എന്ന് കൃത്യമായി തീരുമാനിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ. അതിലൊരു സംശയമില്ല. ഇതിപ്പോൾ ഈ സുപ്രീം കോടതി പോലും ഈ പറയുന്നൊരു പൊതുബോധ നിർമ്മിതിയിൽ നിന്നും മുക്തമല്ല. നമുക്കറിയാം പൊതുബോധത്തിന് വേണ്ടത്ര തെളിവുകളില്ലെങ്കിൽ
അല്ലെങ്കിലും പൊതുബോധം മുൻനിർത്തി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു ഹിസ്റ്ററി ഉണ്ട് നമ്മുടെ സുപ്രീം കോടതിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഒരു പ്രതിക്ക് അനുകൂലം ഇവിടെ നമ്മൾ കൃത്യമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് പ്രതിയായി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു പ്രതിക്ക് വേണ്ടുന്ന എല്ലാ മനുഷ്യാവകാശങ്ങൾക്കും അദ്ദേഹം അർഹനാണ്, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അതേസമയം ഞാനിതിൽ കാണുന്ന മറ്റൊരു സംഗതി, ഗോവിന്ദചാമിക്ക് അനുകൂലമായി ഒരിക്കലും ഇങ്ങനെ ഒരു പൊതുബോധം ഉണ്ടായിട്ടില്ല. ആരും ഗോവിന്ദചാമിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അതേസമയം ദിലീപിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ ആളുണ്ട്. അത് അയാൾ നിൽക്കുന്ന ഒരു സാമൂഹിക നില വേറെയാണ്. അത് കറക്റ്റാണ്. കാരണം ഗോവിന്ദചാമി കറുത്ത ആളാണ്, വികലാംഗനാണ്, തമിഴനാണ്, ഭിക്ഷാടകനാണ്, ഇത്തരത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഈ ഒരു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ആദ്യം പറഞ്ഞു, ഇപ്പോൾ നമുക്ക് വി എസ് അഴിമതി കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമോ? മണ്ടത്തരമാണത്. VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാ. ഒരു നടൻ അങ്ങനെയല്ല. നമ്മളീ കാണുന്നത് ഒരു നടനെ മാത്രമാണ്. ആ നടൻ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അയാൾ അഭിനയിച്ച നിരവധി കഥാപാത്രങ്ങളെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരം ഇമേജിൻ്റെ പുറത്താണ് ഈ ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായ രൂപീകരണങ്ങൾ നടത്തുന്നത്. അതിൻ്റെ പുറകിൽ നേരത്തെ അഭിലാഷ് ചോദിച്ച പോലെ തന്നെ ഈ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം ഉറപ്പാണ്, നോക്കിക്കോ, ഇതിൻ്റെ അടുത്ത ഘട്ടം ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ ക്യാരക്ടർ അസാസിനേഷൻ ആയിരിക്കും. അതാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ടും വരാനിരിക്കുന്ന വിചാരണ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിമാരെ ഒക്കെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെ ഇനിയും നടത്താൻ പോകുന്ന പൊതുബോധ നിർമ്മിതി തന്നെയാണ്. ഇനി നടിയുടെ ഭൂതകാലം, അവർക്ക് ആർക്കൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, എന്താണ് അവരുടെ സ്വത്ത്, അവരുടെ സമ്പത്ത്, ഇങ്ങനെയൊക്കെയുള്ള തരം ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഈ പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി തന്നെയാണ്. ശരി, വ്യക്തമാണ്. ഷിഷോൺ, ഈ കേസ് ദിലീപിനെ അറസ്റ്റിന്റെ ഘട്ടത്തിൽ എത്തിയപ്പോഴേക്ക് ഈ തെളിവുകളൊന്നും നിലനിൽക്കില്ല, ഈ കേസ് മുഴുവൻ പൊളിഞ്ഞു വീഴും, ദിലീപ് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് PC ജോർജാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇപ്പോൾ PC ജോർജ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്ന്. താങ്കളും ജഗതിയുടെ കുടുംബവും ഒക്കെ ആയിട്ടുള്ള ദിലീപിന്റെ ബന്ധം കൊണ്ട് അത് PC ജോർജിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉണ്ടായപ്പോൾ വളരെ വിശദമായി തന്നെ സിനിമാ മേഖലയിൽ പരിചയമുള്ള വ്യക്തികളുണ്ട്. ഇതിനകത്ത് ഇപ്പോ നിങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ നമുക്ക് പറയാൻ, പലപ്പോഴും പുറത്ത് പറയാൻ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ നമുക്ക് പറയാൻ പറ്റിയല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ അടിയിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ആക്രമിക്കപ്പെട്ട 2 നടികളെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പരാമർശം നടത്താൻ ഈ മാധ്യമങ്ങൾ പോലും ആരും തയ്യാറല്ല. അല്ല, അത് പറ്റില്ലല്ലോ. അതെങ്ങനെയാണ് ഒരു പരാതി കൊടുക്കാതെ ഇന്ന ആൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? അല്ല, പോലീസിന് അന്വേഷിക്കാമല്ലോ. അത്തരത്തിൽ അല്ല, പോലീസ് ഒരു കംപ്ലൈന്റ് വേണ്ടേ? പോലീസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതി വേണം, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം. അങ്ങനെ ഒരു പരാതി എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തതെന്ന് എനിക്കറിയില്ല. ഈ 2 നടികൾ ആക്രമിക്കപ്പെട്ടു എന്ന് താങ്കൾ പറയുന്നതാണ്, മറ്റു പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല, എനിക്കെന്നല്ല ഇപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അറിയില്ല. അങ്ങനെ വസ്തുതാപരമായ ഒരു വിവരവും അവരുടെ മുൻപിലില്ല. ഞാൻ ഇതിനു മുമ്പ് 2 നടിമാർ ആക്രമിക്കപ്പെട്ടു എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴും നേരെ എല്ലാവരും ബഹളം വെക്കുകയാണ്. നിങ്ങൾ എന്താണ് ആ വിഷയത്തെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ഒളിച്ചു വെച്ചു ഷോൺ? അങ്ങനെ ഒരു പരാതിയുമായി ആരെങ്കിലും വരട്ടെ, അത് നടിയാകണമെന്നില്ല. ഒരു സാധാരണ സ്ത്രീ, നടിയാകാത്ത സ്ത്രീ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏത് ശ്രേണിയിലും പെട്ട ആളായിക്കോട്ടെ, അവരുടെ ഒപ്പം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഒന്ന് പറയാൻ സമ്മതിക്കണം എന്റെ പൊന്നു സഹോദര, ഒന്ന് പറയാൻ സമ്മതിക്കണം. പോലീസിന്റെ അന്വേഷണത്തിന് ഈ വിഷയത്തിൽ ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പോലീസിന് അറിയാം ഈ സംഭവം. ഒഡീസുനിയുടെ മുൻകാല റെക്കോർഡുകൾ പരിശോധിക്കണം. അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പോലീസിനറിയാം, ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം, മുഴുവൻ സിനിമക്കാർക്കും അറിയാം. ഇന്ന് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം മുമ്പേ പ്രിയ സഹോദരി അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, ദിലീപിന് എതിരായിട്ട് പറയാൻ ആളുകൾക്ക് പേടിയാണ്, പുറത്തു പറയാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് എന്നെ വിളിച്ച 20 പേര്, ഡയറക്ടർമാര്, പ്രമുഖ നടന്മാര്, നടിമാര് എന്നെ വിളിച്ചു പറഞ്ഞ അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കല്ലേ പറയാൻ പറ്റൂ, ഞങ്ങൾക്ക് മിണ്ടിയാൽ ഞങ്ങൾക്ക് ഊരുവിലക്കുണ്ടാവും, ഞങ്ങൾക്ക് ഈ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, ഈ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ടും ദിലീപേട്ടനെ കുറിച്ച് ഒരു നല്ലത് പറയാൻ ഞങ്ങൾക്കാവില്ല എന്ന് 20 പേരെങ്കിലും അത് നേരെ തിരിച്ചാണ് ഷോൺ, നേരെ തിരിച്ചാണ്. അങ്ങനെയല്ല, ദിലീപിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ
ഊരുവിലക്കോ മറ്റോ ഒക്കെ ക്ഷണിച്ചു വരുത്തിയേക്കാം. പക്ഷെ അനുകൂലിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു സംഘടനയെയും ഒരാളെയും ഊരുവിലക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യുകയില്ല. വേറൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, അത് അവാസ്തവമാണ്, അത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യവും മലയാള സിനിമയിലില്ല. ഒരാൾക്കും പേടിയുമില്ല. ഒരു മടി ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ആ മടി ഊരുവിലക്കിനെയല്ല, ആ മടി ഏതെങ്കിലും തരത്തിൽ അവരുടെ അവസരം കുറയുമോ എന്നുള്ളതിനെ കുറിച്ചല്ല, ജനങ്ങൾ എന്ത് കരുതും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ജനങ്ങൾക്ക് ഹിതകരമായ കാര്യമല്ല അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകും, അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. അവർ പറയാൻ ഭയക്കുന്നുണ്ട് എങ്കിൽ അത് പൊതുജനാഭിപ്രായം ഭയന്ന് മാത്രമാണ്, അതല്ലാതെ സംഘടനയെയോ അവരുടെ അഭിനയിക്കാനുള്ള അവകാശത്തെയോ അവസരത്തെയോ ഒന്നും ഭയന്നിട്ടൊന്നുമല്ല. നിൽക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വെത്താം. ചിന്താ ജെറോം, എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാനാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ പൂർവ്വ മാതൃകകളുണ്ട്. അത് രാഷ്ട്രീയ രംഗത്ത് നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാജ്യത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സോഷ്യൽ മീഡിയ മെറ്റീരിയലുകൾ കൃത്യമായി സെക്കൻഡുകൾക്കുള്ളിൽ വൈറലാക്കിക്കൊണ്ട് അത് ട്രെൻഡിങ് ആക്കിക്കൊണ്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നത് സംബന്ധിച്ച് BJPയുടെ അധികാരത്തിലെത്തുന്ന ആ പ്രക്രിയയെക്കുറിച്ച് ഐ ആം ട്രോൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം സ്വാതി ചതുർവേദി മാധ്യമപ്രവർത്തക എഴുതുകയുണ്ടായി. ഞാനിത് പറയാൻ കാരണം, അതേമാതിരി ഇവിടെ ഒരു ദിലീപ് അനുകൂല തരംഗം ഉണ്ടാക്കാൻ സാധിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ അജ്ഞാത കർത്തൃത്വങ്ങളായ മെസ്സേജുകൾ, പോസ്റ്റുകൾ, വാഴ്ത്തലുകൾ ഇതൊക്കെ വൈറലുകളാക്കാൻ സാധിക്കും. അതൊരു പബ്ലിക് ഡിസ്കോഴ്സ് ആക്കാൻ സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുന്ന ആളുകൾ 2-3 ദിവസത്തിനുള്ളിൽ ആ പ്ലേറ്റ് മാറ്റാനുള്ള സാധ്യത വളരെയധികമല്ലേ? അങ്ങനെ പ്ലേറ്റ് മാറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം കേരളത്തിലെ സമൂഹം ആകെ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഇരയ്ക്കൊപ്പം നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ, കലാകാരന്മാരുടെ ഒക്കെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അവരെല്ലാം ഒന്നടങ്കം ഈ പെൺകുട്ടിക്കൊപ്പമാണ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ ഇവിടെ അഭിലാഷി സൂചിപ്പിച്ചതുപോലെ സംഘടിതമായി ചില ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നിഷ്കളങ്കമായി നാം കാണേണ്ടതില്ല. അതിന്റെ പിന്നിലുള്ള അജണ്ടയെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ബഹുമാന്യനായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. കാരണം ഇര, ആ പെൺകുട്ടിക്ക് ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങളെ പറ്റി അദ്ദേഹത്തിന് നാം നൽകേണ്ട, അദ്ദേഹത്തിന് അയിത്തം കൽപ്പിക്കുകയോ സിനിമയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കണമെന്നോ ഒന്നും യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒരു വേദികളിലും എനിക്ക് തോന്നുന്നില്ല ആരും പറയുമെന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ പോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഒരു മനോഭാവം, നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ 120B അത് പൂർണ്ണമായും സാധൂകരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ ആ പെൺകുട്ടിക്ക് നീതി പൂർണ്ണമായ അർത്ഥത്തിൽ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, വിക്ടിമോളജിയുടെ എന്ന് പറയുന്ന ശാസ്ത്രശാഖ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇരയ്ക്ക് നീതി കിട്ടുന്നത് എപ്പോഴാണ്. ഒരുപക്ഷെ പ്രതി ശിക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഇരയ്ക്ക് നീതി കിട്ടില്ല. ഷാഹിന ചേച്ചി ഇവിടെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഇരയുടെ സ്വഭാവത്തെക്കുറിച്ച് അവളെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും അവൾക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് പൂർണ്ണമായും നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിനുവേണ്ടിയുള്ള മാധ്യമ ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത്. മറ്റൊന്ന്, ഈ ചർച്ചകളെല്ലാം സിനിമയ്ക്കെതിരാകരുത് എന്നൊരു അഭിപ്രായം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആർട്ടാണ്. ഒരുപാട് പേർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ചില പുഴുക്കുത്തുകൾ അതിൽ ഉണ്ട് എന്ന് കരുതി ആ ജനകീയ കലയ്ക്കെതിരായി നമ്മുടെ ചർച്ചകൾ പോകരുത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി സൂചിപ്പിക്കാനുണ്ട്. വ്യക്തമാണ്. ശ്രീ സുഭാഷ് ബാബു, പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. ഒരു ക്രിമിനൽ കേസാകുമ്പോൾ, ഇത്തരത്തിലുള്ള കേസാകുമ്പോൾ അതിൽ തെളിവെടുപ്പ് അനിവാര്യമാണ്. ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിൽ ചെന്ന് പ്രതിയെ കൊണ്ടുപോയി തെളിവെടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി പോകുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ താങ്കൾക്ക് അതിനുള്ള വിശദീകരണം എന്താണ്? ഇല്ല, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട നടനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ
ബിസിനസ് നിലനിർത്താൻ വേണ്ടി, സിനിമാ ലോകത്തെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി ഒരു ലോബിയിങ് ഉള്ള ആളാണ്. അത്രയും ശക്തമായ ലോബിയിങ് വേറെ ആർക്കുമില്ല. ഇവിടുത്തെ മഹാനടന്മാരെന്നൊക്കെ നിങ്ങൾ വിശേഷിക്കുന്ന ആളുകൾക്ക് പോലുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അദ്ദേഹത്തിന് ലോബിയിങ്ങപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ ശക്തമായി ഇത് പ്രചരിപ്പിക്കും, യാതൊരു സംശയം വേണ്ട. ആർക്കും അത് നിയന്ത്രിക്കാനും പറ്റില്ല. ന്യായമായ ഭാഷകളായിരിക്കും അവർ പറയുന്നത്, അത് വിലക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റിപ്പോർട്ടർ TV ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രേക്ഷകർ കുറയും. ആരാണിത് കൂടുതൽ പറയുന്നത്, ആരാണ് കൂടുതൽ വിവരക്കേട് പറയുന്നത്, ആരാണ് കൂടുതൽ വിവരങ്ങളെന്ന് പറഞ്ഞിട്ട് അത് സാധൂകരിക്കാൻ നോക്കുക, അതിലേക്ക് ആളുകൾ പോകും. അപ്പോൾ എല്ലാവരും ഇതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, ചെയ്തേ പറ്റൂ. പക്ഷേ ഇത് തീർച്ചയായും ഈ നടിക്കെതിരെ വലിയ ആരോപണങ്ങൾ വരും. അത് ശരിയാകാം, തെറ്റാകാം. അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലായിരിക്കും. അത് ഇവിടുത്തെ പൊതുജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തിനെ സൃഷ്ടിക്കും. അത് ദിലീപിൻ്റെ ഭാഗം നിൽക്കുന്ന ആളുകളുണ്ട്, ന്യൂട്രലായിട്ട് ഒന്നുമല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്, ഈ നടിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് എന്തായാലും ശരി, ഇതിന് ട്രയൽ കഴിയുന്നിടം വരെ ഇത് നമുക്ക് വളരെ ശക്തമായ വാക്പോര് ഇതിൻ്റെ വേണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും, സംശയം വേണ്ട. കാരണം എല്ലാ കേസുകളിലും ഇത് തന്നെ. അമ്മയെ തല്ലാനും രണ്ടഭിപ്രായം എന്ന് പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിട്ടുള്ള ആളുകൾ. അവരൊക്കെ അദ്ദേഹത്തിനെ സഹായിക്കാൻ ശ്രമിക്കില്ലേ? അതിനുവേണ്ടി തീർച്ചയായിട്ടും ലോബിയിങ് നടത്തും. കാരണം സൗമ്യ കേസിൽ എന്താന്ന് പറഞ്ഞാൽ ഈ ലോബിയിങ്ങിൻ്റെ അല്ലെങ്കിൽ ജനവികാരത്തിനനുസരിച്ചാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അന്ന് മുതൽ പറയുന്നതാണ്, ഇവിടുത്തെ രണ്ട് കോടതിയും പിന്നെ തൂക്കിക്കൊലയ്ക്ക് ശിക്ഷിച്ചത് ശരിയായ നടപടി ആയിരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ തെളിവ് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തതെല്ലാം പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഈ കുട്ടിയെ ആക്രമിച്ച് താഴെ ഇട്ടത് കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള തെളിവ് അതിനകത്തിലില്ല. ഒരാൾ കണ്ടു ഇങ്ങനെ പറയുന്നുണ്ട്, ആ കുട്ടിയെ ആക്രമിച്ചു, അത് ഓടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഓടിപ്പോകുന്ന കുട്ടിയെ ഏതെങ്കിലും രീതി പിടിച്ചിട്ട് താഴേക്കിടുമ്പോൾ അല്ലെ പിടിവലിയുടെ ഇടയിൽ തള്ളി താഴോട്ട് പോയിരുന്നു എന്ന് തെളിവുണ്ടായിരുന്നുവെങ്കിൽ തൂക്കിക്കൊന്നേനെ. അത് പോലീസിൻ്റെ ഭാഗത്ത് ആ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് നികത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ കേസ് വിട്ടുപോയത്. കാരണം ആ കണ്ടയാൾ ഒരാളോട് പറയുന്നു, അയാൾ കേട്ട തെളിവ് കൊണ്ട് പറയുന്നു, അത് തെളിവ് നിയമത്തിൽ സ്വീകാര്യമല്ല, അതുകൊണ്ട് വിട്ടുപോയതാണ്. അവിടെ ഈ കണ്ടയാളെ കണ്ടുപിടിക്കുകയോ, സാധാരണ പോലീസ് മുമ്പൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കണ്ടയാളെ ഒരാളെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കേസ് തൂക്കിക്കൊല്ലുമായിരുന്നു, ഒരു സംശയമില്ല. അത് ചെയ്യുന്ന തെറ്റാണ്, എന്നാൽ തന്നെയും മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. അപ്പോൾ അത് ചെയ്തില്ല, കിട്ടിയത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സമ്മതിക്കുമോ? സമ്മതിക്കില്ല. സംഭവിക്കും. താങ്കളുടെ ഇവിടത്തെ കേസ് നടത്തിപ്പിൽ പോരായ്മ ഉണ്ടായിരുന്നു എന്നുള്ള വാദം സുപ്രീം കോടതിയിൽ ആ കേസ് വീണു എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാവുന്നത് അത് വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമായി മാറിയപ്പോഴാണ്. അപ്പോൾ സാധൂകരിക്കപ്പെട്ടല്ലോ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രതീതിയുണ്ട്, പോലീസ് ഈ വ്യക്തിയെ വേട്ടയാടുകയായിരുന്നു, ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി മറ്റ് താല്പര്യങ്ങളാൽ ഈ കേസിൽ പെടുത്തുകയായിരുന്നു, അങ്ങനെ ഒരു കള്ളക്കേസാണ് ഇത് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ. അത് വളരെ സ്ട്രാറ്റജിക്കായി ഉപയോഗിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പുകളിലും മറ്റും ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് കേരളക്കരയെ മുഴുവൻ ദിലീപ് ഒരു പാവമാണ്, ഇയാളെ അനാവശ്യമായി വേട്ടയാടുകയാണ് എന്ന് വരുത്തി തീർത്താൽ അതും ആത്യന്തികമായി അന്വേഷണത്തെയും കോടതിയെയും ഒക്കെ ബാധിക്കാലോ. അല്ല, മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നതിന് സ്ഥിരീകരണമില്ല. പോലീസ് എന്താണ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്, അത് വിശദമായ കുറ്റപത്രം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അവിടെ നിൽക്കുമ്പോൾ ദിലീപിന് അനുകൂലമായി ഒരു വികാരം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അത് സ്വാഭാവികമായും സംഭവിക്കാം. ഞാൻ ആ വികാരത്തിന്റെ ഭാഗമായി അല്ല ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിലെ നിയമമനുസരിച്ച് ഒരു പ്രതിക്ക്, ഒരു തടവുകാരന്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ലഭിക്കേണ്ടതായ മാനുഷികമായ പരിഗണന, അന്തസ്സുള്ള ഒരു പെരുമാറ്റം, അത് ദിലീപിന് അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കാൻ പാടില്ല. അത് നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യമായ പ്രദർശനവും പ്രകടനവും ഒക്കെ പോലീസ് കാണിക്കുന്നത് അത് ഈ വികാരത്തിനൊപ്പം പോകേണ്ടി വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മാധ്യമ വിചാരണ അതിരുവിട്ടു എന്ന് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താത്ത ആളാണ് മാധ്യമങ്ങളെ. മാധ്യമ വിചാരണയുടെ പോസിറ്റീവായ വശങ്ങൾ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കൊക്കെ ഒരു അലോസരം ഉണ്ടാക്കുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ ഇടപെടലുണ്ടായി. അത് ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി ഇത്തരം കേസിൽപ്പെടുമ്പോൾ അതും സ്വാഭാവികം തന്നെയായിരിക്കാം. ലോകത്തിന്റെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സമാനമായ കേസുകളിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ ഈ രീതിയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നിയമമാണ്. ആ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും പരിരക്ഷയും പരിഗണനയും
ദിലീപ് എന്ന പ്രതിക്ക് നൽകുന്നതിൽ നമ്മൾ യാതൊരു പിശുക്കും കാണിച്ചുകൂടാ. വ്യക്തമാണ്. ഷാഹിന, ഈ കൂവുന്ന, ഈ ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടമുണ്ടല്ലോ, നാളെ വേറെ ഒരു നറേറ്റീവ് വന്നാൽ അവർ ആ പക്ഷത്തും പോയി ചേരും. അത്ര രാഷ്ട്രീയമായ തീർച്ചയോ മൂർച്ചയോ ബോധ്യമോ ഉള്ള ആളുകളല്ല ഈ കൂവാൻ പോകുന്നത് എന്നതുകൂടി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നാളെ വേറൊരു നറേറ്റീവ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഉണ്ടാക്കാനുള്ള ശ്രമം നിശ്ചയമായും നടക്കും. ആ പക്ഷത്തിന് ഒരു പക്ഷേ മേൽക്കൈ പോലും കിട്ടിക്കൂടായെന്നില്ലല്ലോ. അതെ, ഈ സെബാസ്റ്റ്യൻ പോൾ സാർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അദ്ദേഹം ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വന്ന് സംസാരിക്കുന്ന ഈ ദിലീപ് ഫാൻസിന്റെ ഭാഷയും ഒന്നുമല്ലല്ലോ. അദ്ദേഹം പറയുന്നത് ദിലീപ് എക്സ് ഓർ വൈ, അദ്ദേഹം ദിലീപ് എന്ന വ്യക്തിയെക്കുറിച്ച് പോലുമല്ല പറയുന്നത്. ഒരു പ്രതിയായ ആൾക്ക് കിട്ടേണ്ട മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ പിന്നെ അഭിലാഷ് ചോദിച്ച ഒരു സംഗതി, ഈ പറയുന്ന ഈ ആൾക്കൂട്ടം, ഈ കൂവുന്ന ആൾക്കൂട്ടം, നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പ്ലാനിങ്, സോഷ്യൽ മീഡിയയിൽ ആസൂത്രിതമായിട്ടുള്ള പ്ലാനിങ് മാത്രമല്ലാതെ ഇപ്പോൾ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാഭാവികമായി തന്നെ ദിലീപിന് അനുകൂലമായി വരുന്ന ഒരു വികാരം, ഈ സ്വാഭാവികമായി ദിലീപിന് അനുകൂലമായി വരുന്ന വികാരത്തിൻ്റെ അടിവേരുകൾ കിടക്കുന്നത് കേരളത്തിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഈ പുരുഷ മേധാവിത്വ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. അതായത് സംഗതി വളരെ സിമ്പിളാണ്. ആളുകൾക്ക് പുറത്ത് തുറന്നു പറയാൻ പറ്റില്ല. ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് ഇത്ര ശക്തനായ, ഇത്രയും അധികാരമുണ്ടായിരുന്ന, ഇത്രയും പണമുണ്ടായിരുന്ന ഒരു പുരുഷൻ്റെ പതനം അത് കേരള സമൂഹത്തിന് അത്ര എളുപ്പത്തിൽ ദഹിക്കില്ല. അതുകൂടിയാണ് ഇതിനകത്ത് ദിലീപിന് അനുകൂലമായിട്ട് ഈ പ്ലാൻ ചെയ്യുന്ന സാധനങ്ങൾ ഇത്രയും വൈറലാകാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകം അതാണ്. എല്ലാവരും ഇത് വളരെ ബോധപൂർവം ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല അത് ഷെയർ ചെയ്യുന്നത്. ഇത് അബോധമായി ഷെയർ ചെയ്യുന്നവരെ നയിക്കുന്നത് ഈ ഒരു കുത്തലാണ്. ഈ ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്തു, അതിൻ്റെ പേരിൽ ഇത്രയൊക്കെ വേണമോ എന്ന് ആലോചിക്കാനുള്ള വളർച്ചയെ കേരള സമൂഹത്തിനുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന നരേറ്റീവുകൾ മാറി മറിഞ്ഞു വരുന്നത്. അത് കൃത്യമായിട്ട് ഇതൊക്കെ ഈ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തുന്നവർക്ക് അത് കൃത്യമായി അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇന്നിപ്പം വനിതാ പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ, ഞങ്ങളുടെ കൂട്ടായ്മ മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഇത്തരം കേസുകളിൽ, ലൈംഗികാതിക്രമ കേസുകളിൽ പെടുന്ന, അതിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് വാർത്തകൾ കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഈ ഓൾറെഡി ഇന്ത്യയിൽ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ, അത് പ്രസ് കൗൺസിലിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതുപോലുള്ള മറ്റുന്നത ബോഡികളുടെ എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം പാലിക്കാൻ വേണ്ടി സമഗ്രമായിട്ടുള്ള ഒരു പോളിസി സർക്കാർ കൊണ്ടുവരണം, ഒരു നിർദ്ദേശങ്ങൾ സർക്കാർ കൊണ്ടുവരണം എന്ന് ഞങ്ങളിന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്നതൊക്കെ തന്നെ ഈ ഇരയെ ഷെയിം ചെയ്യുന്ന, വിക്ടിം ഷെയിമിംഗ് എന്ന മോഡിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടമായിരിക്കും. റൈറ്റ്. ചിന്താ ജെറോം ഇവിടെ സൂചിപ്പിച്ചത് മാത്രമല്ല, ഞങ്ങളൊക്കെ കുറേ നാളുകളായി ഇതേ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ എതിരെ ആക്ഷേപിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇത് മാത്രമല്ല, സ്ത്രീ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. സിനിമയിൽ അഭിനയിക്കുക എന്നാൽ എല്ലാ തരത്തിലുമുള്ള കോംപ്രമൈസുകളൊക്കെ വേണ്ട ഒരു മേഖലയാണ്. അവർ സ്ക്രീനിൽ അങ്ങനെയൊക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ വസ്ത്രം ധരിക്കുന്നത് ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല. അതുകൊണ്ട് അവരുടെ നേരെ ഇതൊക്കെ ആകാം, അല്ലെങ്കിൽ ആണ് എങ്കിൽ ഇത്ര വലിയ കുഴപ്പമുണ്ടോ എന്ന മട്ടിലാണ്. ഇങ്ങനെ വളരെ സ്ത്രീവിരുദ്ധമായ, പേട്രിയാർക്കലായ ഒരു ചിന്താ പദ്ധതി ഉള്ള ഒരു സമൂഹത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അക്രമത്തെ അതിജീവിച്ച പെൺകുട്ടി ഇനിയും ആക്ഷേപങ്ങൾ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? തീർച്ചയായിട്ടും കൂടുതലാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇത്തരം ചില ന്യായീകരണങ്ങളാണ് വരുന്ന ന്യായീകരണങ്ങളെല്ലാം വളരെ കൃത്യമായി സ്ത്രീവിരുദ്ധമാണ്. ആണധികാരത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സ്ഥാപിതമായിട്ട് അവർക്കത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തലം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഇത്തരം ന്യായീകരണങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ആദ്യം ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. അന്ന് തന്നെ ഉയർന്നു വരുന്ന ചോദ്യം, എന്തിനിവർ രാത്രി യാത്ര ചെയ്തു, എന്തിനിവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു? ഇതൊക്കെയാണ് ചോദ്യങ്ങളായി വരുന്നത്. ഇപ്പൊ ഡൽഹിയിലെ നിർഭയയ്ക്ക് നേരെ വന്ന സംഭവമായാലും അന്നൊരു ഭരണാധികാരി, അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദിച്ചത് എന്തിന് രാത്രി യാത്ര ചെയ്തു, സ്ത്രീകൾ രാത്രി യാത്ര ചെയ്യുന്നത് കുറയ്ക്കണം എന്ന തരത്തിലേക്കാണ്. അപ്പോൾ ഇതിനെ പൊതുവെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെല്ലാമുള്ള പരിഹാരം, ഒന്ന്, പെണ്ണിന്റെ വസ്ത്രധാരണമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. രണ്ട്, അവൾ രാത്രി യാത്ര ചെയ്യുന്നതാണ്. മൂന്ന്, അവൾ തനിച്ചു പോകുന്നതാണ്. ഇങ്ങനത്തെ ചില ക്യാപ്സൂൾ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള പുതിയ ചില
നയങ്ങൾ, പുതിയ ചില തന്ത്രങ്ങൾ, പുതിയ ചില ഫോർമുലകൾ നമുക്ക് മുമ്പിലേക്ക് വയ്ക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതൊക്കെ വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാളുകളായി നടന്നിട്ടുള്ള മാധ്യമ ചർച്ചകളൊക്കെ വളരെ കൃത്യമായി സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇത്തരം ചിന്താഗതികളെ തച്ച് തകർക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി സ്ത്രീപക്ഷത്ത് നിന്ന് ഇടപെട്ടിട്ടുള്ള ചർച്ചകൾ തന്നെയാണ്. പക്ഷെ അവിടെയും നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ നവമാധ്യമങ്ങൾക്കകത്തൊക്കെ പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ മറ്റൊരു വശത്തിൽ എനിക്ക് വലിയ തരത്തിലുള്ള അമർഷം തോന്നുന്നുണ്ട്. അതായത് അറസ്റ്റിലായ നടന്റെ നിലവിലുള്ള ഭാര്യയെ സംബന്ധിച്ച് അവരുടെ എന്തോ കഷ്ടകാലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്ന തികഞ്ഞ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ചില ട്രോളുകളും പോസ്റ്റുകളും ഒക്കെ വരികയാണ്. അപ്പൊ എവിടെയായാലും ആക്രമിക്കപ്പെടുന്നത് സ്ത്രീയാണ്. സ്ത്രീക്കെതിരെയുള്ള പുതിയ തരത്തിലുള്ള ചർച്ചകൾ, സ്ത്രീയെ മോശക്കാരിയാക്കി അവളെ മാറ്റി നിർത്തിക്കൊണ്ട് അവൾക്കെതിരെ വളരെ സംഘടിതമായി അവളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നു. ഈ പാട്രിയാർക്കൽ ഐഡിയോളജിക്കെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. പാട്രിയാർക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് പുരുഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പാട്രിയാർക്കൽ ഐഡിയോളജിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സ്ത്രീ സമൂഹവും വളരെ കൃത്യമായി നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആശയത്തിനെതിരെ, ഈ ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെ നിരന്തരമായ പോരാട്ടവും നിതാന്തമായ ജാഗ്രതയുമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. റൈറ്റ്. ശ്രീമതി ഷാഹിന, ഒരു കാര്യം കൂടി, ഇങ്ങനെ ദിലീപിനെ കുറിച്ച് വിമർശനാത്മകമായി ചർച്ച ചെയ്താൽ എൻ്റെയൊക്കെ ഇൻബോക്സിൽ ധാരാളം വിമർശനങ്ങൾ വരും. ആ വിമർശിക്കുന്ന ആളുകൾ ആരാണ് എന്ന് തപ്പിപ്പോയാൽ അവരുടെ രാഷ്ട്രീയമൊക്കെ പരിശോധിച്ചാൽ രണ്ടു ഭാഗത്തുമുള്ള വല്ലാതെ മതമൗലികവാദപരമായ നിലപാടുകൾ എടുക്കുകയോ ആ ധാരയെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ആളുകളാണ്. ഇവർ സിനിമ കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വിമർശിക്കാൻ, ദിലീപിനൊപ്പം നിൽക്കാൻ ഇത്ര വ്യഗ്രത കാണിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ദിലീപിനെ പോലെ ഒരാൾക്കൊരു വലിയ റീ എൻട്രി തന്നെ പറ്റുന്ന ഒരു സമൂഹമല്ലേ ഇവിടെ ഉള്ളത്? അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ റീ എൻട്രി പഴയ പോലെ അധികാരത്തോടു കൂടി ആയിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഈ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആളുകളൊക്കെ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു, അതിപ്പോൾ ഇത്ര വലിയൊരു കുറ്റമാണോ? ആണുങ്ങളായാലും ഇങ്ങനെയൊക്കെയല്ലേ എന്ന ആ ശക്തമായ ആൺകോയ്മ ബോധം തന്നെയാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ പറയുന്ന സിനിമ പോലും കാണാത്ത ആളുകളോ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഈ പറയുന്ന വളരെ ജീർണമായ രാഷ്ട്രീയമൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരിത് ഇത്തരത്തിൽ തന്നെ പറയും. കാരണം ഒരു പെണ്ണ് കേസിൽ എന്നായിരിക്കും ഇവരിതിനെ വിശേഷിപ്പിക്കുന്നുണ്ടാവുക. ഒരു പെണ്ണ് കേസിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള ശക്തനായ ഒരാൾ തകർന്ന് തരിപ്പണമായി താഴെ വീണു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കേരളത്തിൻ്റെ ആൺകോയ്മ സമൂഹത്തിന് കഴിയില്ല. അതുകൂടി ആ ഒരു വളക്കൂറുള്ള മണ്ണ് ഇവിടെ ഉണ്ട് എന്നതുകൂടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുന്ന, ബോധപൂർവം തന്നെ അത് സൃഷ്ടിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേരത്തെ 2 പേര് ആക്രമിക്കപ്പെട്ടു എന്നിട്ട് നടപടി ഉണ്ടായില്ല. അത് കേട്ടാൽ തോന്നും ഈ ആക്രമിക്കപ്പെട്ട 2 പേർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പരാതിപ്പെട്ടില്ല, അത് അവരുടെ കുറ്റമാണ്. ഒരു അക്ഷരം വാ തുറന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആൺകോയ്മയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്, സിനിമയിൽ വിശേഷിച്ചും നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ആർജവം ഉണ്ടെങ്കിൽ അവരത് തുറന്നു പറയട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞു വിലക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ഊരുവിലക്ക് പോലുള്ള പ്രാകൃതമായ സമ്പ്രദായങ്ങൾ സിനിമയിൽ കൊണ്ടുവരികയും നിലനിർത്തുകയും ഒക്കെ ചെയ്തതിൽ ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള നടനടക്കം വലിയ റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ സൃഷ്ടിച്ചെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഇരയായി തന്നെ അയാൾ മാറി എന്നുള്ളത് കൂടിയാണ് ഇതിൽ സംഭവിച്ചതെന്ന് നമ്മൾ കാണണം. റൈറ്റ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോടതി ദിലീപ് എന്ന നടനെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചു എന്ന് തന്നെ വെക്കുക, നമ്മുടെ സമൂഹം പൂർണ്ണമായും അയാളെ കുറ്റക്കാരനായി കാണും എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? ഗോവിന്ദചാമിയെയോ പൾസർ സുനിയെയോ അമീറുൽ ഇസ്ലാമിനെയോ ഒക്കെ കാണുന്നത് പോലെ ഒരു കുറ്റം ചെയ്താൽ അയാളെ കുറ്റവാളിയാണ് എന്ന് കാണാനുള്ള മനോനില കേരളത്തിനുണ്ടോ? അല്ല, കേരളം ഇപ്പോൾ കാണിക്കുന്നത് വളരെ വിചിത്രമായ ഒരു മനോനിലയാണ്. ഇവിടെ ഷാഹിനയും ചിന്തയും ഒക്കെ ആരോപിക്കുന്നത് പോലെ ഇത് സാധാരണ കേസിലുള്ളതുപോലെ ഒരു ആൺ പെൺ വിഷയമേ അല്ല. ഇവിടെ നമ്മളൊരു പുതിയ വാക്ക് കേട്ടു, ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഞാൻ ആ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അതാണ് കൊട്ടേഷൻ റേപ്പ് എന്നുള്ളത്. സാധാരണ റേപ്പ് ചെയ്യുന്നത് ആ റേപ്പ് അക്രമിയുടെ ലൈംഗികമായ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും. ഇവിടെ പൾസർ സുനി ഒരു സ്ത്രീയെ റേപ്പ് ചെയ്താൽ അത് ദിലീപിന് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുക? വൈക്കേറിയസ് പ്ലഷർ എന്നൊക്കെ ഇവിടെ ഇതിൽ വരുമോ? എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇത് നിർഭയ കേസ് പോലെ ലൈംഗികമായ അല്ലെങ്കിൽ കേവലം ലൈംഗികമായ ഒരു ആക്രമണം ആയിരുന്നില്ല. അതിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണല്ലോ ഈ കോൺസ്പിറസി ഉണ്ടായിരിക്കുന്നത്.
കോൺസ്പിറസി അത് കുറെ കൊല്ലങ്ങൾ നീണ്ടുനിന്ന കോൺസ്പിറസി എന്ന് പറയുമ്പോൾ അത് ഒരു രാത്രിയിലെ റേപ്പിന് വേണ്ടിയുള്ളതല്ല. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. ഈ വക കാര്യങ്ങളൊക്കെ കോടതിയിൽ വരുമ്പോൾ നിരവധിയായ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകുന്നതിന് പ്രോസിക്യൂഷന് കഴിയണം. അത് കഴിയണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കോടതി കുറ്റക്കാരനായി വിധിക്കുന്ന ദിലീപിനെ ഏതായാലും കേരളത്തിലെ സമൂഹം അത് ഗോവിന്ദച്ചാമിയെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കാണുന്നത് പോലെ ആയിരിക്കില്ല കാണുന്നത്. അയാൾ ജയിലിൽ കിടക്കുന്നു, അയാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അയാളുടെ കരിയർ, അയാളുടെ ജീവിതം തകർന്നിരിക്കുന്നു. പതുക്കെ അയാളോടും ഒരു സിമ്പതി, സഹാനുഭൂതി സമൂഹത്തിനുണ്ടാകും. അതിൽ ഞാൻ സമൂഹത്തെ കുറ്റപ്പെടുത്തില്ല. മറ്റൊന്ന്, ഇവിടെ ഈ ആൺ കോയ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ദിലീപിനെ കൂക്കി വിളിക്കുന്നതിന് മഴ നനഞ്ഞും നാണം കെട്ടും രാത്രി മുഴുവൻ കാത്തു നിൽക്കുന്നത് പെണ്ണുങ്ങളല്ല, ആണുങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ആൺകോയ്മയാണോ, എന്താണ് അതിന്റെ മനഃശാസ്ത്രം എനിക്കറിയില്ല. പക്ഷെ എല്ലായിടത്തും നമ്മൾ കണ്ടത് ചെറുപ്പക്കാരുടെ പുരുഷന്മാരുടെ വലിയ ഒരു കൂട്ടമാണ് ദിലീപിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്, ദിലീപിനെ കൂക്കി വിളിച്ചിരിക്കുന്നത്, അയാളെ അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പ്രദായികമായ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളോ ബന്ധങ്ങളോ നമ്മളിവിടെ ആരോപിച്ചാൽ അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ കൂക്കി വിളിക്കുന്നവരുടേത് വളരെ ക്ഷണികമായിട്ടുള്ള വികാരങ്ങളാണ്. നാളെ ഇതേ ആളുകൾ ഒരു നേരെ തിരിഞ്ഞ് അപ്പുറത്ത് നിന്ന് കൂക്കി വിളിക്കും. അപ്പോൾ ഈ കൂക്കി വിളിക്കുന്നവർ ഒരു എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ പുറത്തൊന്നുമില്ല. മാത്രമല്ല അവരുടേതും ഈ പറയുന്നത് തരം ആങ്ങള സിൻഡ്രോമാണ്. ആ ആങ്ങള സിൻഡ്രോം എന്ന് പറയുന്നതും വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ വന്ന് നിന്ന് ഈ കൂക്കി വിളിക്കുന്നവർ വലിയ ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിൽ എത്ര പേര് പിന്നെ സ്ത്രീകൾ വഴി കൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ നോക്കി കമന്റ് അടിക്കുന്നവരും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ വന്ന് നിന്ന് കൂക്കി വിളിക്കുന്നത്. അതെ, ഒരു കാർണിവലാണ്. അപ്പൊ അതും സ്ത്രീവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശം തന്നെയാണ്. റൈറ്റ്, വ്യക്തമാണ്. വളരെ നന്ദി ശ്രീമതി കെ ഷാഹിന, ശ്രീ ഷോൺ ജോർജ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ സുഭാഷ് ബാബു, ചിന്താ ജെറോം ചർച്ചയിൽ പങ്കെടുത്തതിന്. നഴ്സുമാർ സമരം തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രികൾ അടച്ചിടാൻ ഒരു വിഭാഗം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ തീരുമാനിച്ചു. അത്യാഹിത വിഭാഗം മാത്രമായിരിക്കും പ്രവർത്തിക്കുക. അതേസമയം സമരം ശക്തിപ്പെടുത്താൻ നഴ്സസ് അസോസിയേഷനുകളും തീരുമാനിച്ചു. ആശുപത്രികൾ അടച്ചിട്ടാൽ ശക്തമായി നേരിടുമെന്ന് മന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. അടിസ്ഥാന വേതനം 20,000 രൂപയാക്കണമെന്ന ആവശ്യവുമായി നഴ്സുമാർ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ ആശുപത്രിയുടെ പ്രവർത്തനം ഭാഗികമായി നിർത്തിവെക്കുവാൻ ഒരു വിഭാഗം മാനേജ്മെന്റുകൾ തീരുമാനമെടുത്തത്. തിങ്കളാഴ്ച മുതൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടാകില്ല. OP ടിക്കറ്റുകളുടെ എണ്ണവും കുറയ്ക്കും. അപ്പോൾ എമർജൻസി റൂം സർവീസസ് നടത്തും. OP ലിമിറ്റഡ് നടത്താൻ പറ്റും. ബാക്കിയുള്ള ICUവും എല്ലാം മിക്കതും പുതിയ പേഷ്യൻസിനെ എടുക്കാൻ പറ്റാതെ വരും. എന്നാൽ ആശുപത്രികൾ അടച്ചിടില്ലെന്നും പ്രവർത്തനം തുടരുമെന്നും കോൺഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ആള് വന്നാൽ ഉള്ളവരെ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ അടച്ചിടുന്ന പ്രശ്നമില്ല. ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിക്കാനുള്ള മാനേജ്മെന്റുകളുടെ നിലപാടിനെതിരെ ശക്തമായ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചു. സേവനം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണ് എന്നുള്ള UNAയുടെ വാദത്തെ അംഗീകരിക്കുന്ന തരത്തിലാണ് ഇന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റോടായ പ്രസ്താവന വന്നിട്ടുള്ളത്. സമരം ചെയ്യുന്ന ആശുപത്രികൾ സർക്കാർ ഏറ്റെടുത്താൽ സൗജന്യ സേവനം നടത്തുമെന്നും നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം സ്വകാര്യ ആശുപത്രികൾ അടച്ചിട്ട് സമരം ചെയ്താൽ ശക്തമായി നേരിടുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. പകർച്ചവ്യാധികൾ പടരുന്ന സമയത്ത് സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചാൽ അതിനെ നേരിടുമെന്നും ഇത്തരം നീക്കം അനുവദിക്കില്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഇതോടെ നഴ്സുമാരുടെ സമരം വീണ്ടും തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് ഇടത് മുന്നണിയിലേക്ക് എത്തുന്നു. JDUവിനെ LDFിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കോടിയേരിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് JDU സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തി. UDF ബന്ധം കൊണ്ട് തങ്ങൾക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്ന് JDU ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് റിപ്പോർട്ടറോട് പറഞ്ഞു. ജനതാദൾ തിരിച്ചുവരണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയോടെയാണ് മുന്നണിമാറ്റം സംബന്ധിച്ച ചർച്ചകൾ സജീവമായത്. മുന്നണിമാറ്റ വാർത്തകൾ വസ്തുതയാണെന്ന സൂചന നൽകി JDU സെക്രട്ടറി ജനറൽ ഷെയ്ഖ് പി ഹാരിസ് രംഗത്തെത്തി. UDF ബന്ധം കൊണ്ട് തങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ മുന്നണിമാറ്റം ഉണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകി. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാകെ 2019 മുമ്പാകെ ഉണ്ടാകേണ്ടിയിരിക്കും. JDUവിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരം കാണേണ്ടതായിരിക്കുന്നു. എന്നാൽ JDU മുന്നണി വിടുന്ന തരത്തിലുള്ള വാർത്തകളെ ഉമ്മൻചാണ്ടി പൂർണ്ണമായി തള്ളി. അവർ ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മുന്നണിയിൽ ഉന്നയിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ UDF അത് ചർച്ച ചെയ്യുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ജനതാദൾ യുവിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് UDF വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കും.
ഏത് പാർട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ആ കാര്യത്തിൽ അങ്ങേയറ്റം പരിഗണന നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച JDU-വിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണെന്നും സൂചനയുണ്ട്. UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മുൻമന്ത്രി KP മോഹനൻ ഇപ്പോഴും JDU-വിന്റെ LDF പ്രവേശനത്തെ എതിർക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം തീർത്ത ഈ വർഷം അവസാനത്തോടെ LDF പ്രവേശനം സാധ്യമാകുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ചിലർക്ക് ബന്ധമുണ്ട് എന്നതിന് ചില തെളിവുകൾ തനിക്ക് ലഭിച്ചെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ആ തെളിവുകൾ CBI ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചുവെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. എന്നാൽ മണിയുടെ മരണവുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കഴിഞ്ഞ ദിവസം തനിക്ക് ലഭിച്ചുവെന്നും താനത് CBIക്ക് നൽകിയെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. ഈ മരണവുമായി ദിലീപിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് എനിക്ക് 2 ദിവസം മുമ്പ് മെനിയാന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. ഞാൻ അറിയാത്ത ഒരാളുടെ കോളാണ് എനിക്ക് വന്നത്. ആ കോളില് അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഡീറ്റെയിൽസ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സിനിമ മേഖലയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ കോൾ ഡീറ്റെയിൽസ് ഉണ്ടായത്. അപ്പൊ അതാണ് CBI ചോദിച്ചു. ഞാൻ ആ ഡീറ്റെയിൽസ് മൊത്തം CBI കൊടുത്തിട്ടു. കലാഭവൻ മണിക്ക് മൂന്നാറിൽ 3 സ്ഥലമുണ്ടായിരുന്നുവെന്നും ഈ സ്ഥലങ്ങൾ സിനിമാ മേഖലയിലുള്ളവരുമായി ചേർന്നാണ് വാങ്ങിയതെന്നും സഹോദരൻ RV രാമകൃഷ്ണൻ പറഞ്ഞു. ഈ വസ്തു ഇടപാടുകളാണോ മണിയുടെ മരണത്തിന് കാരണമായതെന്നും സംശയിക്കുന്നതായി സഹോദരൻ പറഞ്ഞു. മൂന്നാർ ഏരിയകളിൽ മൂന്നിടത്തായിട്ട് കലാഭവൻ മണിയുടെ പേരിലുള്ള സ്ഥലങ്ങളുണ്ടെന്നും ആ സ്ഥലങ്ങൾ ഇപ്പൊ അനാഥമായിട്ട് കിടക്കുകയാണ്. അത് ഏതോ ബിനാമി ഇടപാട് വഴിയായിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളതെന്നും ഒക്കെയാണ് പറയുന്നത്. സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇതിന്റെ പുറകിലെന്നുള്ള രീതിയിലാണ് ഇൻഫർമേഷൻ അവര് ബൈജു കൊട്ടാരക്കരയെ വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദിലീപിന്റെ അറസ്റ്റോടെ കലാഭവൻ മണിയുടെ മരണം വീണ്ടും ചർച്ചയാവുകയാണ്. നിലവിൽ CBI ആണ് മണിയുടെ കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.